ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റഡ് കാറ്റഗറി 2 വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സർവീസിലുള്ള ടീച്ചേഴ്സ്, സർവീസിലുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ, അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്ന കോഡ് വെച്ചുള്ള 1-2 ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സർവീസിലുള്ള ടീച്ചർമാരുടെ ആശങ്ക കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പറയേണ്ടായിരുന്നു, ഇതൊക്കെ എനിക്ക് ഓർത്തു വെക്കാൻ പറ്റുമോ, ഇത്രയും ഗ്യാപ്പായില്ലേ മെമ്മറിയിൽ നിൽക്കുമോ എന്നൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെങ്കിലും നമ്മളൊന്ന് കണക്ട് ചെയ്ത് കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം മറക്കില്ല, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ 1-2 ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുന്നു എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്വയം മനസ്സിലാകും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിൽ പോകാം. നമ്മുടെ അക്ലോറയിൽ കേറ്റഡ് 2 ഓൺലൈൻ ബാച്ചുകൾ മാർച്ച് 6 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോഡ് വെച്ചിട്ട് പഠിച്ചു വെക്കാം, കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളെങ്കിലും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അന്തരീക്ഷ പാളികളെ കുറിച്ചാണ് നമ്മൾ പോകുന്നത്. അന്തരീക്ഷ പാളികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അതായത് അന്തരീക്ഷം നമുക്കറിയാം, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും അവിടെ അന്തരീക്ഷ ഊഷ്മാവിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അന്തരീക്ഷത്തിന്റെ ആ ഊഷ്മാവിലുള്ള വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അന്തരീക്ഷ പാളികളെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതൊന്ന് നമ്മളൊന്ന് ഒരു ഓർഡർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ആദ്യം വരുന്നത് നമുക്കറിയാം, ഭൂമിയുടെ ഏറ്റവും താഴെ അല്ലെ, തൊട്ട് മുകളിലായിട്ട് വരുന്നത് ഏതാണ്, ട്രോപ്പോസ്ഫിയർ ആണ് അല്ലെ. ട്രോപ്പോസ്ഫിയർ, അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെയോ മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അതുപോലെ തന്നെ എക്സോസ്ഫിയർ. ഇങ്ങനെ 5 പാളികളാണ് മെയിൻ ആയിട്ട് അവിടെ വരുന്നത് കേട്ടോ. ഈ 5 പാളികളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഏതാണ് ഒന്ന് പറയാം. ട്രോപ്പോസ്ഫിയർ ആണ് ഒന്നാമത്തേത്, അത് കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെയോ മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അത് എക്സോസ്ഫിയർ. ഇത് നമ്മൾ എങ്ങനെ ഇതാക്കും, ഭൂമിയുടെ ഏറ്റവും തൊട്ട് മുകളിൽ വരുന്നത് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ അങ്ങനെ വരുമ്പോൾ എങ്ങനെ നമുക്കത് കണക്ട് ചെയ്ത് ഓർക്കാൻ പറ്റും, നമുക്കൊരു കോഡിലൂടെ അതൊന്ന് ഓർക്കാം. കോഡ് ഇതാണ്, എന്താണ്, ട്രസ്റ്റ് മീ, ട്രസ്റ്റ് മീ. തീഫ്, തീഫ് കള്ളൻ, എക്സിറ്റ്. ഉണ്ടോ, ട്രസ്റ്റ് മീ. അപ്പൊ എന്നെ വിശ്വസിക്ക്, ഞാൻ പറഞ്ഞ വിശ്വസിക്ക്, കള്ളൻ പോയി, കള്ളൻ ഇവിടുന്ന് പോയി, അതാണ്. അപ്പോൾ ട്രസ്റ്റ് മീ, തീഫ്, എക്സിറ്റ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ ഈ ട്രസ്റ്റ് മീ എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ TRE എന്ന് പറയുന്ന ട്രസ്റ്റ് മീ എന്ന് പറയുന്നത് എന്താണ്, ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ, ട്രോപ്പോസ്ഫിയർ. അപ്പോ ST വരുന്നതോ സ്ട്രാറ്റോസ്ഫിയർ, രണ്ടാമത് സ്ട്രാറ്റോസ്ഫിയർ. ME വരുന്നതോ മീസോസ്ഫിയർ. അതുപോലെ തന്നെ ഇവിടെ TH വരുന്നത് തെർമോസ്ഫിയർ. പിന്നെ എക്സിറ്റ് എന്ന് പറയുന്നത് എക്സോസ്ഫിയർ. ഇങ്ങനെയാണ് ആ 5 പാളികളെ നമ്മൾ എന്ത് ചെയ്തത്, ഓർത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അതുപോലെ തന്നെ മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അതുപോലെ തന്നെ എക്സോസ്ഫിയർ കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർക്കാൻ പറ്റും, ഭൂമിയുടെ ആദ്യത്തിൽ മുകളിൽ വരുന്നത്, തൊട്ട് മുകളിൽ വരുന്നത് എന്താണ്, അതാണ് ട്രോപ്പോസ്ഫിയർ ആണ് വരുന്നത് അല്ലെ, ട്രോപ്പോസ്ഫിയർ ആണ്. ദെൻ അതിന്റെ മുകളിൽ വരുന്നത് ഇവിടെ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ TR ഉണ്ട്, അതുപോലെ തന്നെ ST ഉണ്ട്. അപ്പൊ ST നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, എന്താണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ് വരുന്നത്. ഇനി ഇതിന്റെ താപനില കുറയുന്നു കൂടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന്റെ ഊഷ്മാവ് കുറയുന്നു കൂടുന്നു എന്നുള്ള രൂപത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം ആദ്യം കുറയാണല്ലോ. ഈ ഓർഡർ ഓർത്തു വെച്ചാൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ആദ്യം കുറയുന്നു എന്ന് ഓർത്തു വെക്കുക, എന്തും കുറഞ്ഞിട്ടാണല്ലോ കൂടുന്നത്. അപ്പൊ ആദ്യം കുറയുന്നു, ദെൻ അടുത്തതിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, കൂടുന്നു അല്ലെ, താപനില കൂടുന്നു. ദെൻ ഇവിടെ വരുമ്പോഴോ, ഇവിടെ വരുമ്പോ കുറയുന്നു. ദെൻ തെർമോസ്ഫിയറിൽ വരുമ്പോൾ കൂടുന്നു. ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഓർക്കുക. അപ്പൊ ആദ്യം കുറയുന്നു, അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ എന്താണ്, താപനില കുറയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തതിൽ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുമ്പോൾ കൂടുന്നു, അടുത്ത കുറയുന്നു, കൂടുന്നു. ഇങ്ങനെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. കാരണം ഇത് കണക്ട് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് ഇതിന്റെ ഓർഡർ കണക്ട് ചെയ്യാനുള്ള ഒരു കോഡ് നമ്മൾ പഠിച്ചു. അവിടെ താപനിലയിലുള്ള വ്യതിയാന മാറ്റങ്ങൾ എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കുറച്ചും കൂടി പോയിന്റ്സുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ആ ഫുൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ആ പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ബേസിക് ആയിട്ട് അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് എങ്ങനെ നമുക്ക് ഓർത്തു വെക്കാം എന്നുള്ളതാണ്. സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം വന്നാൽ അത് എങ്ങനെ ആൻസർ ചെയ്യും എന്ന് കൂടി നോക്കാം. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി ഏതാണ്, താഴ്ന്ന പാളി ഏതാണ്, സ്ട്രാറ്റോസ്ഫിയർ ആണോ, അതുപോലെ മെസോസ്ഫിയർ ആണോ, ട്രോപ്പോസ്ഫിയർ ആണോ, തെർമോസ്ഫിയർ ആണോ, ഏതാ വരുന്നത്?
അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചു ട്രസ്റ്റ് മീ എന്ന് പഠിച്ചു അല്ലെ. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് TRLU അല്ലെ. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ഉണ്ടോ, ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും താഴ്ന്നതായിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉയരം കൂടുന്തോറും താപനില കുറയുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉയരം കൂടുന്തോറും താപനില കുറയുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണോ, അതുപോലെ സ്ട്രാറ്റോസ്ഫിയർ ആണോ, തെർമോസ്ഫിയർ ആണോ? ഇവയൊന്നുമല്ല. അപ്പൊ നമ്മൾ ഈ കോഡ് ഓർത്തു വെക്കണം. കാരണം ആദ്യം കുറയുന്നു, കൂടുന്നു, കുറയുന്നു, കൂടുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഓർഡർ കൃത്യമായിട്ട് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ആദ്യത്തേൽ എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ് പറഞ്ഞത്, കുറയുന്നു അല്ലെ, കുറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ട്രസ്റ്റ്, അപ്പൊ ST അല്ലെ, സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ വരുമ്പോൾ എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. മീസോസ്ഫിയർ വരുമ്പോൾ കുറയുന്നു. അപ്പൊ മീസോസ്ഫിയർ ഇല്ല ഇവിടെ. പിന്നെ അടുത്തത് തെർമോസ്ഫിയറിൽ പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? തെർമോസ്ഫിയർ കൂടുന്നു. അപ്പോൾ ഇത് രണ്ടും ബിയും സിയും എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതല്ല, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ട്രോപ്പോസ്ഫിയർ ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഓർഡർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ താപനിലയെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? കിട്ടാൻ പറ്റും. കറക്റ്റ് ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്തത് നമ്മൾ ഹിസ്റ്ററിയിലെ ഒരു ഭാഗത്തിലേക്ക് പോവുകയാണ്. മത സാമൂഹിക പ്രസ്ഥാനങ്ങളാണ് പഠിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, കുറച്ച് എലമെന്റ്സ് ഉണ്ടെന്ന് പറയാം. അത് നമ്മൾ എന്താണ്, അത് മെയിൻ ആയിട്ട് കണക്ട് ചെയ്ത് കോഡ് വെച്ച് പഠിക്കണം. നമുക്ക് എല്ലാം അങ്ങനെ കോഡ് വെച്ച് പഠിക്കാൻ പറ്റുന്നില്ല അല്ലോ, വളരെ ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷേ പരീക്ഷയ്ക്ക് വരുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേരുകളെയും സംഭവങ്ങളെയും എങ്കിലും കുറച്ച് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് പരീക്ഷ എഴുതുമ്പോഴൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനെ ഒന്നാണ് മത സാമൂഹിക പ്രസ്ഥാനങ്ങളും അതിന്റെ ആളുകളെയും നമ്മളൊന്ന് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്, അത് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന്. ആ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ പറയുന്നത്. ഓക്കെ, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഈ പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുള്ളത്, ആരംഭിച്ചിട്ടുള്ളത് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, അപ്പോ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. സെർവൻ എന്ന് പറയുന്നത് എന്താണ്? ജോലിക്കാരി അല്ലെ, സെർവൻ. അങ്ങനെ ഒന്ന് ഓർത്തു വെക്കുക, സർവൻ. അപ്പൊ സർവന്റിന്റെ മെയിൻ ജോലി എന്താണ് അല്ലെ? എന്താണ്? അപ്പൊ പാത്രം കഴുകുക. അത് മാത്രമേ എന്താണ്, ഗോഖലെ മേയ്ക്കുക. ഒരു പാട്ടില്ലേ നിങ്ങൾ, ഗോഖലെ മേയ്ക്കലും ആണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് ഓർത്തു വെക്കുക കേട്ടാ. സർവൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഗോഖലെ മേയ്ക്കലാണ്, അവരെ കൊണ്ട് അടക്കലാണ് എന്നുള്ളത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഓർത്തു വെക്കാം. കേട്ടല്ലേ നിങ്ങൾ? ഗോഖലെ മേയ്ച്ചും കളിച്ചും ചിരിച്ചും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അത് അവരുടെ ജോലിയാണെന്നുള്ള രൂപത്തിൽ കണക്ട് ചെയ്യാം. അപ്പൊ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ. ദെൻ ആര്യ സമാജം. അപ്പൊ ആരോടായാലും നമ്മൾ ദയ കാണിക്കണം കേട്ടോ. ആരോടായാലും, മനുഷ്യനല്ലേ, ആരായാലും നമ്മൾ എന്ത് ചെയ്യണം? ദയ കാണിക്കണം. അപ്പൊ ആര്യ സമാജം എന്ന് പറയുന്നത് ആരെ കൊണ്ടുവന്നിട്ടുള്ളത്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. ആ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ടുള്ളത് സ്വാമി ദയാനന്ദ. അപ്പൊ ദയ, അപ്പൊ ആരോടും നമ്മൾ എന്ത് കാണിക്കണം? ദയ കാണിക്കണം. ദയാനന്ദ സരസ്വതി. ഇനി ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് എന്താണ്? തീയലാണ് അല്ലെ. തീയൽ അല്ലെ, അവിയൽ, സാമ്പാർ, തീയൽ. അപ്പൊ തീയൽ ഉണ്ടാക്കുമ്പോൾ തന്നെ തീയൽ ഉണ്ടാക്കുന്ന കുറെ കിച്ചൺ ചാനലുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആനീസ് കിച്ചൺ ആണ് ഓർമ്മ വരുന്നത് അല്ലെ. അപ്പൊ തീയൽ ഉണ്ടാക്കുന്ന ആനീസ് കിച്ചന്റെ ചാനൽ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ഇത് നിങ്ങളൊന്ന് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യകത ഇല്ല കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, ഇനി കോഡ് പഠിക്കാത്ത സമയം അങ്ങനെ ഒന്നുമില്ല. ഈ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം അതിന് കണക്ട് ചെയ്ത് പഠിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആനീസ് കിച്ചൻ, തീയൽ ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി ആരാണ് രൂപം കൊടുത്തിട്ടുള്ളത്? ആനി ബെസന്റ് ആണ്. ദെൻ അടുത്തിലേക്ക് പോകാം. പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ്? ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗ് ഇദ്ദേഹമാണ് പ്രാർത്ഥനാ സമാജം എന്ത് ചെയ്തത്? രൂപീകരിച്ചത് ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗ് കേട്ടോ. അപ്പോൾ ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കണം. ഇനി ബ്രഹ്മസമാജം അല്ല, ബ്രഹ്മം. അപ്പൊ ബ്രഹ്മത്തിന്റെ ഉള്ളത് രാജാവ്, അങ്ങനെ കണക്ട് ചെയ്യാം. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായ്. ബ്രഹ്മം രാജാവ് അല്ലെ, അപ്പൊ രാജാറാം മോഹൻ റായ്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ സർവോദയ പ്രസ്ഥാനം ജയപ്രകാശ് നാരായണൻ. അപ്പൊ സർവവും എന്തുണ്ടാവണം? പ്രകാശം ഉണ്ടാവണം. സർവ്വസ്ഥലത്തും പ്രകാശം പരത്തണം. ഒന്ന് ആലോചിക്കുക, സർവ്വസ്ഥലത്തും പ്രകാശം പരത്തണം. അത് ശീലമാക്കണം. അങ്ങനെ പ്രകാശം പരത്തിയാൽ നമ്മൾ ജയിക്കും അല്ലെ. സർവ്വസ്ഥലങ്ങളിൽ പ്രകാശം പരത്തിയാൽ ജയിക്കും. അപ്പൊ സർവോദയ പ്രസ്ഥാനം ജയപ്രകാശ് നാരായണൻ ആണ് എന്ന് ഓർത്തു വെക്കുക.
പിന്നെ ശ്രീരാമകൃഷ്ണ മിഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്വാമി വിവേകാനന്ദൻ അല്ലെ, സ്വാമി വിവേകാനന്ദനാണ് ശ്രീരാമകൃഷ്ണ മിഷൻ എന്ത് ചെയ്തത്, രൂപീകരിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടത് കണക്ട് ചെയ്ത് പഠിക്കും. കാണാപ്പാഠം പഠിക്കില്ല, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കണക്ഷൻ നമ്മുടെ മൈൻഡിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായില്ല ഇത് കണക്ട് ചെയ്യാൻ പറ്റുമോ സാർ എന്നുള്ളത്, ഒരു പ്രാവശ്യം കൂടെ ക്ലാസ് കാണുക, എന്നിട്ട് ചോദ്യം ചെയ്ത് നോക്കുക നിങ്ങൾ. ഓക്കെ, ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവ് ആരാണ് കണ്ടോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് തീയലിന്റെ ഓർമ്മ ഉണ്ട്, അവിയൽ സാമ്പാർ തീയൽ അല്ലെ, അപ്പൊ തീയൽ ഉണ്ടാക്കിയ ഓർമ്മ വന്നു, ആനി ബെസന്റ് കണ്ടോ. ആനി ബെസന്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ മൈൻഡിലേക്ക് എന്ത് വരുന്നത്, കണക്ഷൻ ഓടിച്ചാടി വരുന്നത്. അടുത്തത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. അപ്പോ ഒരു സർവന്റ് ആകുമ്പോ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞല്ലേ അല്ലേ, എന്താണ് ഗോഖലെ മേയിച്ചും അല്ലേ. അപ്പോ എന്താണ് ഗോഖലെയൊക്കെ മേയിച്ചിട്ട് അവിടെ ശരിക്കും അല്ലേ, ഗോഖൽ എന്ന് പറയുന്നത് വേറെ അല്ലേ, ഇവിടെ ഗോഖലെ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. കണക്ട് ചെയ്ത് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ മറ്റേ പേരങ്ങോട് കയറി വരും, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാതെ. അപ്പൊ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇങ്ങനെയുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു പഠനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭയവുമില്ലാതെ ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ അക്കലോയുടെ KTET 2 ബാച്ച് മാർച്ച് 6 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതേപോലെ സൈക്കോളജി ആയിരുന്നാലും മലയാളം ആയിരുന്നാലും സോഷ്യൽ സയൻസ് ആയിരുന്നാലും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കണക്ഷൻസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, നിങ്ങൾക്കത് സിമ്പിൾ ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.